ഗുഡ് മോർണിംഗ് ഗൈസ്. സോ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മളിന്ന് ട്രിപ്പ് പോവുകയാണ്. എങ്ങടാ പോണേന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇപ്പോൾ സമയം വന്നിട്ട് 4 മണി ആവുന്നേ ഉള്ളൂ. 8:30ക്കാണ് ഫ്ലൈറ്റ്. സത്യം പറഞ്ഞാൽ തലവേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. പക്ഷെ പോവല്ലാതെ വേറെ നിർത്തിയില്ല. സോ റെഡി ആവണം. അപ്പം നമുക്ക് റെഡി ആവാം. അതിന് മുന്നേ ഒന്ന് ആവി പിടിക്കണം, ഇല്ലെങ്കിൽ ഇന്ന് തലയ്ക്കൊരു വെളിവ് വരില്ല. സോ ആവി പിടിക്കണമെങ്കിൽ ഇവിടെയൊക്കെ വേദനയാവുന്നുണ്ട്. സോ നമുക്ക് ആവി പിടിച്ചാൽ മേ ബി ഒരു സുഖം ഉണ്ടാവുമായിരിക്കും. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഞാനൊരു ബ്ലൂ ജീൻസും ബ്ലൂ ഷർട്ടുമാണ് പെയർ ചെയ്തേക്കുന്നത്. എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സ് ചൂസ് ചെയ്യാണ് നല്ലത്. സോ ഐ ചൂസ് ദിസ് കോസ്റ്റ്യൂം. ആൻഡ് ഞാനൊരു 5:15 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ ഹസ്ബൻഡാണ് എന്നെ കൊണ്ടാക്കുന്നത്. സോ എയർപോർട്ടിൽ എത്തുന്നതിന് മുന്നേ ഒരു കോഫിയൊക്കെ കുടിച്ചു, ബിക്കോസ് തല പൊട്ടി തെറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഹെഡ് ഏക്കൊക്കെ ഒന്ന് മാറ്റി വെക്കണം, ബിക്കോസ് ട്രിപ്പിൽ ഫുൾ എനർജിയോടെ വേണമല്ലോ പോകാനായിട്ട്. സോ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തി. കുറേ നേരം ഞാൻ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്തു കേട്ടോ. അവരെ കാണാതായപ്പോൾ പിന്നെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയി, ബിക്കോസ് ഏട്ടൻ പറഞ്ഞു നീ അവിടെ പോയി വെയിറ്റ് ചെയ്തോ, കാരണം ഏട്ടനെ തിരിച്ച് പോയിട്ട് ഡ്യൂട്ടിക്ക് പോകാനുണ്ടായിരുന്നു. സോ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇതാ 3 വരുന്ന ആടിപ്പാടി. പിന്നെ മെല്ലെ വന്നാൽ മതി, കാരണം നമ്മൾ ട്രാവൽസ് ത്രൂ ആണ് കേട്ടോ പോകുന്നത്. ലൈക്ക് പ്ലാൻ ടു ഗോ എന്ന് പറയുന്ന ഒരു വെരി ത്രൂ ആണ് പോകുന്നത്. സോ ദേവർ ടോട്ടൽ 25 പീപ്പിൾ. സോ എല്ലാവരും എത്തിയാലേ ഉള്ളൂ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയതിന് ശേഷം നമ്മൾ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതാണ് നമ്മളെ ഫ്ലൈറ്റ്. ഇൻഡിഗോയിലാണ് നമ്മൾ പോകുന്നത്. കാലിക്കറ്റ് അഗത്തിയാണ്, ബട്ട് ദർ ഇസ് എ ലേ ഓഫ് ഇൻ ബിറ്റ്വീൻ അറ്റ് കൊച്ചി. ഞങ്ങളെ കഷ്ടകാലത്തിന് പ്ലെയിനിന് എന്തോ ഒരു മെയിൻ്റെനൻസ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് കൊച്ചി എത്തിയത് തന്നെ എന്തോ ഭാഗ്യം കൊണ്ടാണ്, ദൈവാനുഗ്രഹം കൊണ്ട് പ്രത്യേകിച്ചൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ കൊച്ചി എത്തി. പക്ഷേ കൊച്ചി എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഡീപ്ലെയിൻ ചെയ്യേണ്ടി വന്നു. ലൈക്ക് നമുക്ക് വേറൊരു ഫ്ലൈറ്റിലേക്ക് മാറി കയറേണ്ടി വന്നു ബിക്കോസ് ഓഫ് ദ മെയിൻ്റനൻസ് ഇഷ്യൂ. സോ കൊച്ചി എയർപോർട്ടിൽ വീണ്ടും നമ്മൾ കുറേ നേരം എന്താ പറയുക ചെക്കിനൊക്കെ ചെയ്ത് വീണ്ടും ഒരു 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 റഷായിരുന്നു. സോ ആ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഫൈനലി നമ്മൾ അവിടുന്ന് വീണ്ടും ഇൻഡിഗോ ഫ്ലൈറ്റിൽ തന്നെ കയറി. ഫൈനലി നമ്മൾ അഗത്തി എയർപോർട്ടിലെത്തി ഗൈസ്. ആൻഡ് ദിസ് ഇസ് അഗത്തി എയർപോർട്ട്. ഒരു രക്ഷയില്ല, സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ എന്താ പറയുക ഫുൾ ഓൺ എനർജി. അത്രയും നേരം തലവേദനയൊക്കെ ഉണ്ടായിരുന്നത് പമ്പ കിടന്നു. ആ പ്ലേസ് കണ്ടപ്പോൾ ഐ വാസ് കംപ്ലീറ്റ്ലി എക്സൈറ്റഡ് ടു എക്സ്പ്ലോർ ദ ഐലൻഡ്. ബിക്കോസ് നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ കണ്ട ഒരു വ്യൂ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആൻഡ് അത് വീഡിയോ എടുത്തു കഴിഞ്ഞാലും ഇറ്റ് ഡസൻറ്റ് അത് അത്രയും എന്താ പറയുക, ഇറ്റ് വോണ്ട് ജസ്റ്റിഫൈ. ഞാൻ നേരിട്ട് കണ്ട ഒരു വ്യൂ ഒരിക്കലും ആ വീഡിയോ ജസ്റ്റിഫൈ ചെയ്യില്ല. പിന്നെ ഞങ്ങൾ എയർപോർട്ടിനകത്ത് കയറി. നമ്മൾ പേപ്പർ വർക്ക്സും വെരിഫിക്കേഷൻസൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. ഒരു കുട്ടി എയർപോർട്ടാണ്, ജസ്റ്റ് ഒരു 2 കിലോമീറ്റേഴ്സ് 1.5 കിലോമീറ്റർ ഇതിലുള്ള ഒരു കുട്ടി എയർപോർട്ടാണ്. അവിടുന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു കാറുകളാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ടോട്ടൽ 25 ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് പേരായിട്ട് എല്ലാ കാറിലും കയറി. ലഗേജ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേറത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അത് നമ്മളവിടെ കയറ്റി വിട്ടു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് റൂമിലേക്ക് പോകുന്ന ആ വ്യൂസാണ്. സ്ട്രെയിറ്റ് ഒരു ഐലൻഡാണ്. ഐലൻഡിൻ്റെ ഒരു എൻഡിലാണ് നമ്മൾ എയർപോർട്ട് വരുന്നത്. ആൻഡ് നമ്മൾ സ്റ്റേ വരുന്നത് മറ്റൊരു എൻഡിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള വ്യൂ ആണ് ഇത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. എങ്ങനെ ഇത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിത് ഫോണിലാണ് ഈ വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്തത്, പക്ഷെ നേരിട്ട് കാണാൻ ഇറ്റ് വാസ് മോർ ബ്യൂട്ടിഫുൾ, മോർ ഡ്രീമി. സത്യം പറഞ്ഞാൽ ഒരു ഡ്രീമി ആയിട്ടുള്ളൊരു പ്ലേസാണ്, ബിക്കോസ് ദാറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ആ വെള്ളം അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം, ആകാശവും പിന്നെ ആ ഒരു ഗ്രീനറി, എവറിത്തിങ് വാസ് സോ പെർഫെക്റ്റ്. പിക്ചർ പെർഫെക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഐ ഡോണ്ട് നോ ഞാനത് എക്സ്പ്രസ് ചെയ്യുമ്പോഴും അത് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നെനിക്ക് അറിയില്ല. ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ആൻഡ് നമ്മളുടെ ഒരു എന്താ പറയുക ഹെക്ടിക് സിറ്റി ലൈഫിൽ നിന്ന് നമ്മൾ അവിടെ പോകുമ്പോൾ ഇറ്റ്സ് ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് വൈബ്. അപ്പോൾ എന്താ പറയുക മച്ച് നീഡഡ് ബ്രേക്കും കാംനെസ്സും പീസൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ലക്ഷദ്വീപ് ഇസ് എ മസ്റ്റ് വിസിറ്റ്. അല്ലെങ്കിലും ലക്ഷദ്വീപ് ഇസ് എ മസ്റ്റ് വിസിറ്റ് ബിക്കോസ് ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ആൻഡ് നമ്മൾ പോയി ഓൾറെഡി വിശന്നിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ പോയ പാടെ ലഗേജൊക്കെ എടുത്ത് വെച്ച് ഓടിച്ചാടി ഭക്ഷണം കഴിക്കാൻ പോയി. ഇന്ന് കാര്യമായിട്ട് സ്പെഷ്യലൊന്നുമില്ല, പക്ഷെ ചോറും കറിയും സാമ്പാറും ഉപ്പേരിയും പപ്പടവും അച്ചാറൊക്കെ ആയിട്ട് പിന്നെ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, വിച്ച് വാസ് ആക്ച്വലി വെരി ടേസ്റ്റി. അടിപൊളിയായിരുന്നു, ഫ്രഷ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് നമ്മൾ വീണ്ടും റൂമിലേക്ക് പോവുകയാണ്. റൂമിലേക്ക് പോകുമ്പോഴാണ് നമ്മളടുത്ത് ആരോ പറഞ്ഞത് നിങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ നമുക്കത് കിട്ടിയില്ല. അതിന് വിഷമത്തിൽ ഞങ്ങൾ പോവായിച്ചിട്ട് കിട്ടിയില്ല, ബിക്കോസ് വി ആർ സോ തേഴ്സ്റ്റി. ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ ഫുഡൊക്കെ കഴിച്ച് ആ ഒരു വിഷമം കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമം പറഞ്ഞിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോകുമ്പോഴാണ് ചേട്ടന്മാർ നമ്മളെ റൂമിലേക്ക് വന്ന് നമുക്ക് ഡ്രിങ്ക് തന്നു കേട്ടോ. ഇളനീരായിരുന്നു,
ഇളനീ വെള്ളമായിരുന്നു നമ്മളെ വെൽക്കം ഡ്രിങ്ക്. സോ അതൊക്കെ കൊണ്ട് തന്നു, നമ്മളതൊക്കെ കുടിച്ച് റീഫ്രഷായി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. ഇനി വന്നിട്ട് നമ്മളെ പ്ലാൻ എന്ന് പറയുന്നത് അഗത്തി ഐലൻഡ്സ് സൈറ്റ് സീയിങ് ആണ്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് സൈറ്റ് സീയിങ്ങിന് പോവുകയാണ്. ബീച്ചസും കാര്യങ്ങളും തന്നെയാണ്. സോ നമ്മൾ പ്ലാൻ ടു ഗോൻ്റെ ഓൾ ഇൻ ഓൾ ആയിട്ട് ഈച്ചു ആൻഡ് ഷഹാന നമ്മളെ കൂടെയാണ് വണ്ടിയിലുള്ളത്. സോ അവരുടെ കൂടെ നമ്മൾ പോകുന്നതിൻ്റെ ഇടയിലുള്ള വ്യൂസാണ് ഗൈസ് ഇത്. എവിടെ നോക്കിയാലും ബീച്ചാണ്, ഒബ്വിയസ്ലി ലക്ഷദ്വീപ് അല്ലേ, അപ്പോൾ ബീച്ചസ് തന്നെയാണ്. ബട്ട് ദ വ്യൂ ഈസ് വെരി ബ്യൂട്ടിഫുൾ. അടിപൊളി സ്ഥലമായിരുന്നു. നല്ല വെയിലുണ്ട്. എത്ര നമ്മൾ സൺസ്ക്രീൻ വാരിപ്പുത്തിയിട്ടൊന്നും കാര്യമില്ല, ടാൻ അടിക്കുക തന്നെ ചെയ്യും. ആൻഡ് ഒബ്വിയസ്ലി വെൻ യു ആർ അറ്റ് a place at an island ടാൻ അടിക്കണമല്ലോ, അതാണല്ലോ നമ്മുടെ ട്രിപ്പിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് നമ്മൾ പോയ ബീച്ച്. ഐ തിങ്ക് ദിസ് വാസ് ദ ലഗൂൺ ബീച്ച്. അങ്ങനെ അപ്പോൾ ഇത് നല്ല രസമുള്ളൊരു ബീച്ചായിരുന്നു. ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. അടിപൊളി വെള്ളം, ക്ലിസ്റ്റർ ക്ലിയർ വെള്ളം, ഒന്നും പറയാനില്ല. ഞാൻ ക്ലിപ്സ് എടുത്തത് ഒരു അബദ്ധം പറ്റിയത് ഞാൻ പോർട്രേറ്റ് മോഡലാണ് കൂടുതൽ ക്ലിപ്സ് എടുത്തത്. പിന്നെയാണെങ്കിൽ ബോധം വന്നത് ഈശ്വര ലാൻഡ്സ്കേപ്പ് മോഡലായിരുന്നല്ലോ എടുക്കേണ്ടിയിരുന്നത്. സോ ക്ലിപ്സ് കുറച്ചേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. ബട്ട് എൻ്റെ കയ്യിലുള്ള ക്ലിപ്സൊക്കെ ഐ വിൽ ഡെഫിനറ്റ്ലി പുട്ട് ഇൻ ടു ദിസ് വീഡിയോ. സോ ദിസ് ഇസ് ദ പ്ലേസ്. ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ആൻഡ് അവിടെ ഒരു ബോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അവർ ഫിഷിനൊക്കെ പിടിച്ച് ഫിഷിങ് കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരിത്. അങ്ങനെ ഞാനും അശ്വിനിയും ഫോട്ടോ എടുക്കണോ വേണ്ടിയോ, കാരണം നല്ല വെയിലായിരുന്നു, ഫോട്ടോസ് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ മാക്സിമം ഫോട്ടോസും കാര്യങ്ങളും എടുത്തു, വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്തു. സോ ഈ ഒരു ഷിപ്പ് കണ്ടോ, അടിപൊളി, ഒരുപാട് ഫിഷസിന് അവർ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ മിക്കവാറും എക്സ്പോർട്ട് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും തോന്നുന്നു. അങ്ങനെ നിങ്ങൾക്ക് കാണാം, അടിപൊളി ഫ്രഷ് ഒരുപാട് ഫിഷസ് ഉണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മൾ ആ ബീച്ചൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. ആണ് അഗത്തിയിലുള്ള ലഗൂൺ ബീച്ച്. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുകയാണ്. നല്ല വെയിലാണ്, പക്ഷേ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. ഫോട്ടോ എടുക്കൽ നടക്കൂല. അതെ അതെ, ഫോട്ടോ എടുക്കൽ നടക്കില്ല. മുടി ഒരു വഴിക്ക്, വെയില് വേറൊരു വഴിക്ക്. മുടിയാണെങ്കിൽ ഒരിക്കലും ഇവിടെ വന്നിട്ട് ഫോട്ടോസ് എടുക്കാൻ ക്യാപ്പ് വെക്കാതെ ഒരിക്കലും വെച്ചതില്ല. അതായത് പോയി വീട്ടിലെത്തുമ്പോ അറിയാം എത്രത്തോളം ടാൻ അടിച്ച് കോലം കെട്ടിയിരിക്കുന്നുണ്ട്. മുടി എത്ര ടാനായി, മുടി എത്ര. പക്ഷെ സ്ഥലം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. വെരി ബ്യൂട്ടിഫുൾ, ഒരു രക്ഷയില്ല. ഓണാക്കിയിട്ടില്ല. This is our new channel. Please subscribe and like and support. Genuine content മാത്രം വരുള്ളൂ. അങ്ങനെ വന്നാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, ബൈ. കണ്ടുമുട്ടിയതാണ്. ഹായ് പറ. ഹായ് ഹായ് പറ. അതോ ഇവിടെ ഇവിടെ അവിടെ ഹായ് ഹായ് പറയുന്നു. ഹായ് പറയുന്നു. ധാരതില്ലേ പോണ്ടേ നമുക്ക് അടുത്ത ബീച്ചിലേക്ക്. വെള്ളത്തിലിറങ്ങിയോ? പോവാ, നമ്മളെ വിളിക്കുന്ന ചേട്ട പറയും. നോക്ക് ഗൈസ്, ഞങ്ങളെ കൂട്ടാണ്ട് ഒറ്റയ്ക്ക് പോയി ചായ കുടിച്ച് ഫുള്ള് ജീവനോടെ ഉഷാറായിട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പോട്ടെ. തുണിലും തുരുമ്പിലും ദൈവം ഇരുമ്പ് എന്തോ നാടാ.